ഹായ് ഫ്രണ്ട്സ്, ജെനീസ് വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് മുട്ടയവിയലാണ്. മീനോ അല്ലെങ്കിൽ ചിക്കനോ ഒന്നും ഇല്ലാത്തൊരു ദിവസം നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അവിയൽ തയ്യാറാക്കാം. ഞാനിതാണെങ്കിൽ ആദ്യമേ കൈരളി ടി വിയിൽ പാചക വിദഗ്ധ ലക്ഷ്മി നായർ തയ്യാറാക്കുന്നതാണ് കാണുന്നത്. അപ്പം ആ സമയത്തൊക്കെ അവർ ഒത്തിരി നെഗറ്റീവ് കമൻസൊക്കെ വന്നെങ്കിലും ഞാനിത് തയ്യാറാക്കി നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ മിക്കവാറും തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ എപ്പോഴും പറയുന്നതിനിട്ട് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ വൃത്തിയാക്കിയ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കറി വെക്കുന്ന ചട്ടിക്കകത്തിലേക്ക് അതിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു മുരിങ്ങക്കോലാണ് എടുത്തിരിക്കുന്നത്. അതും വൃത്തിയാക്കി നീളത്തിൽ കീറി അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറുതായതുകൊണ്ട് 2 സവാള നീളത്തിൽ കട്ട് ചെയ്ത് അതും ഇട്ടു. പിന്നെ ഒരു 3 പച്ചമുളക് അതും നീളത്തിൽ കീറിയതും, ഒരു തണ്ട് കറിവേപ്പിലയും അതും ഇട്ടു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും പിന്നെ 1/2 കപ്പ് വെള്ളം വേകാൻ ആവശ്യമായിട്ടുള്ളത് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതിനുശേഷം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേകാൻ വേണ്ടി അടുപ്പിലേക്ക് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശമൊക്കെ ഒന്ന് വേവായി വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ അരമുറി തേങ്ങായും 1 പച്ചമുളകും 1/2 ടീസ്പൂൺ ജീരകവും എടുത്ത് നല്ല അവിയലിന് നമ്മൾ സാധാരണ അരയ്ക്കുന്നതിനോട്ട് മയത്തിൽ അരച്ചെടുത്തു വെള്ളം ചേർത്ത്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഒന്ന് വെന്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിടാം. അപ്പം നമ്മൾ ആദ്യമേ ആ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണമായിരുന്നു. ഞാൻ അന്നേരം ഇട്ട് കൊടുക്കാനങ്ങ് വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ലേശം കൂടെ ഒന്ന് വേകാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അരപ്പ് ചേർക്കുന്ന സമയത്ത് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനിയും തൈരൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യമേ ചേർത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 4 മുട്ട പുഴുങ്ങി 4ആയിട്ട് കീറിയത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രഷായിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയോടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മുട്ട അധികം പൊട്ടിയൊന്നും ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നെ ഈ അരപ്പും മുട്ടയും ഈ മിക്സും എല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് 2 മിനിറ്റ് തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇളക്കിയെടുത്താൽ നമ്മുടെ മുട്ടയവിയൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മീനും ചിക്കനോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും കൊണ്ട് ഒരു നല്ലൊരു ഡിഷ് തന്നെയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.